അധികാരത്തിലിരുന്ന 10 വർഷം പിണറായി വിജയൻ സർക്കാർ പറഞ്ഞ വാദങ്ങൾ വി.ഡി. സതീശൻ സർക്കാർ ഇപ്പോൾ ശരിവെക്കുന്ന പോലെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഈ ധവളപത്രത്തിലെ കുറച്ച് പരാമർശങ്ങളാണ് അത് ശരിവെക്കുന്നത്. അതായത് കേന്ദ്ര സർക്കാരിൻ്റെ പല നിലപാടുകളും തീരുമാനങ്ങളും സംസ്ഥാന സർക്കാരിനെ, സംസ്ഥാനത്തിൻ്റെ സാമ്പത്തികത്തെ തകിടം മറിക്കുന്നു, പിടിച്ചു ഞെരിക്കുന്നുവെന്നും ആണ് അന്നത്തെ ധനമന്ത്രിയായിരുന്ന KN ബാലഗോപാൽ ആവർത്തിച്ച് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പല ബജറ്റുകളിലടക്കം ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. കേന്ദ്രത്തിൽ നിന്നുണ്ടാകുന്ന അവഗണന, സാമ്പത്തികമായി ഉണ്ടാകുന്ന അവഗണന, ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയം തന്നെയാണ് ധവളപത്രത്തിലൂടെ വി.ഡി. സതീശൻ സർക്കാർ അദ്ദേഹം അവതരിപ്പിച്ച ധവളപത്രത്തിലും ഏറെക്കുറെ സമാനമായിട്ടുള്ള കാര്യങ്ങൾ. കേന്ദ്രത്തിൽ നിന്ന് അർഹിക്കുന്ന പിന്തുണ ലഭിച്ചിട്ടില്ല, സാമ്പത്തികമായിട്ടുള്ള പരിഗണന ലഭിച്ചിട്ടില്ല എന്നുള്ള പരാമർശമാണ് വി.ഡി. സതീശനും പറഞ്ഞു വെക്കുന്നത്. അതും നമ്മൾ നോക്കുമ്പോൾ പിണറായി വിജയൻ സർക്കാർ പറഞ്ഞതും ഇപ്പോൾ വി.ഡി. സതീശൻ സർക്കാരും പറഞ്ഞതും ഏറെക്കുറെ സമാനമായ സാഹചര്യമല്ല നിലവിലുള്ളത്. തീർച്ചയായും ഇതിലെന്താന്ന് വെച്ചാൽ പിണറായി സർക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് കേന്ദ്ര വിഹിതം കുറയുന്നതിനെ പറ്റി വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് പിണറായി സർക്കാർ ഉന്നയിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ 10 വർഷക്കാലം. ഈ സമയത്തൊന്നും തന്നെ സംസ്ഥാന സർക്കാരിന് ആ ഒരു വിഷയത്തിൽ പ്രശ്നാധിഷ്ഠിത പിന്തുണ കൊടുക്കേണ്ട വിഷയങ്ങൾ എപ്പോഴും ഉണ്ടാവില്ല. ഒരു പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ആ ഒരു തരത്തിലുള്ള പിന്തുണ ഒരു കാരണവശാലും കൊടുക്കാൻ പ്രതിപക്ഷം തയ്യാറായിരുന്നില്ല. പാർലമെൻറ്റിൽ ഈ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ അവിടുന്ന് പോയ ഭൂരിഭാഗം പ്രതിപക്ഷ എം പിമാർ തയ്യാറായില്ല. അത് വളരെ സീരിയസ് ആയ ഒരു പ്രശ്നമാണ്. കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ സാമ്പത്തിക നിലയെ അങ്ങേയറ്റം തകിടം മറിക്കുന്ന ഒരു പ്രശ്നം. ഇതൊരു വലിയ പൊതു പ്രശ്നമാണ്, ജനങ്ങളെ മൊത്തം ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ആ പ്രശ്നത്തിൽ യാതൊരു തരത്തിലുള്ള ഇടപെടൽ നടത്താത്ത ഒരു പ്രതിപക്ഷമാണ് കഴിഞ്ഞ 10 വർഷം നമുക്കുണ്ടായിരുന്നത്. എല്ലാ വിഷയങ്ങളിലും സർക്കാരിനെ വിമർശിക്കൽ മാത്രമാണ് പ്രതിപക്ഷ ധർമ്മം എന്ന രീതിയിലായിരുന്നു കഴിഞ്ഞ 10 വർഷത്തെ ഇടപെടലുകൾ മുഴുവനായിട്ട് നടന്നത്. ഇത് കോൺഗ്രസ്സിന് വലിയ നഷ്ടമൊന്നും ഉണ്ടാക്കിയില്ലായിരിക്കാം, പക്ഷേ നഷ്ടം കേരളത്തിലുണ്ടാക്കി, കേരളത്തിലെ ജനങ്ങളുണ്ടാക്കി വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പം GST വിഹിതത്തിൻ്റെ കാര്യത്തിൽ തന്നെ GST വിഹിതം കേരളത്തിന് അർഹതപ്പെട്ട അളവിൽ കിട്ടുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതിലുള്ള വലിയ സിസ്റ്റമിക് എറേഴ്സ് അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ എവിടെ എത്തിയിട്ടില്ല. ഡെസ്റ്റിനേഷനിൽ വന്നിട്ട് വരുന്ന നികുതി അത് കേരളത്തിന് ഗുണം ചെയ്യുന്നതാണ് തുടക്കത്തിൽ 2017 GSTയുടെ ആരംഭത്തിൽ നമ്മൾ കരുതിയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് തോമസ് ഐസക്ക് ആ ഘട്ടത്തിൽ GST അനുകൂലിക്കുകയാണ് ചെയ്തത്. അതൊരു വലിയ വിമർശനം പാർട്ടിക്കകത്തും LDFിനകത്തുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. CPI വളരെ കർക്കശമായിട്ട് ആ കാലത്ത് തന്നെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. കാരണം എല്ലാ സംസ്ഥാനങ്ങളും, പ്രതിപക്ഷ സംസ്ഥാനങ്ങളും GSTയെ എതിർക്കും. പ്രത്യേകിച്ച് സൗത്ത് സംസ്ഥാനങ്ങൾ GSTയെ എതിർത്തുകൊണ്ടിരിക്കുമ്പോൾ കേരളം മാത്രം അതിൽ നിന്ന് മാറി നിന്ന് GST അനുകൂലിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അന്നത്തെ നമ്മുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് കേരളം ഒരു ഉപഭോഗ സംസ്ഥാനമാണ്. 80% ഓഫ് നമ്മുടെ ഉപഭോഗ വസ്തുക്കളും പുറത്തുനിന്ന് വരികയാണ്. അപ്പോൾ അത് വന്നിട്ട് ആ ഉപഭോഗ വസ്തുക്കൾ കേരളത്തിൽ വരുമ്പോൾ ഈ ഡെസ്റ്റിനേഷനിലുണ്ടാകുന്ന നികുതി നമുക്ക് ഗുണം ചെയ്യുന്നതാണ് കരുതിയിരുന്നത്. പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ ഡെസ്റ്റിനേഷൻ നികുതി നമുക്ക് കിട്ടണമെങ്കിൽ അതിൻ്റെ ഒറിജിനേറ്റിംഗ് സ്ഥലത്ത് നിന്ന് അവർ കൃത്യമായിട്ടത് ഇന്ന സ്ഥലത്ത് നികുതി കൊടുക്കേണ്ടതെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ട് വേണം വിടാൻ. ഇത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ നിന്നും മറ്റും വരുന്ന, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഉൽപ്പന്നങ്ങൾ ഈ തരത്തിലുള്ള കൃത്യമായിട്ടുള്ള രേഖപ്പെടുത്തലുകളില്ലാതെ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഒറിജിനേറ്റിംഗ് സ്റ്റേറ്റ്സിനാണ് ആ നികുതി പോകുന്നത്. അതല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ മുകളിലത് കിടക്കും, നമുക്കതൊരിക്കലും കിട്ടാൻ പോകുന്നില്ല. ഈ ഒരു സിസ്റ്റമിക് എറർ തിരുത്താൻ കേന്ദ്ര സർക്കാർ യാതൊരു നടപടി എടുത്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ കേന്ദ്രത്തിനെ പിന്തുണയ്ക്കുന്ന ഉത്തരേന്ത്യൻ സ്റ്റേറ്റ്സിനും ഗുണം ചെയ്യുന്നൊരു പരിപാടിയാണ്. ഇതൊരു തരം വലിയൊരു എന്താ പറയുക, ഈ സിസ്റ്റത്തിനകത്ത് വലിയൊരു അഴിമതിയാണ് നടക്കുന്നത്. ഇതിന് കാര്യക്ഷമമായി ക്വസ്റ്റ്യൻ ചെയ്യാൻ ഒരു ഘട്ടത്തിലും പ്രതിപക്ഷം തയ്യാറായിരുന്നില്ല. കോൺഗ്രസ് UDF പ്രതിപക്ഷത്തായിരുന്നപ്പോൾ തയ്യാറായിരുന്നില്ല.
ഇത് ഇനി ഉള്ള ഒരു 5 വർഷക്കാലം LDF ആണ് പ്രതിപക്ഷത്തുള്ളത്. LDFൻ്റെ ഒരു പൊതുരീതി അനുസരിച്ച് അവർ പ്രശ്നാധിഷ്ഠിതമായിട്ടുള്ള പിന്തുണ ഈ വിഷയങ്ങൾ കൊടുക്കേണ്ടതാണ്. അത് കൊടുത്തിരിക്കണം എന്ന് തന്നെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുക. കാരണം ഇത് ജനങ്ങളെ സംബന്ധിച്ച് ഇതുണ്ടാക്കുന്ന നഷ്ടം വളരെ ഭീമമാണ്. അതുപോലെ തന്നെ സന്ദീപ് ഇപ്പം പറഞ്ഞൊരു കാര്യമുണ്ട് ഈ വിഷയത്തിൽ, അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് പറയുന്ന കാര്യമാണ് ഈ കേന്ദ്ര വിഹിതം സംസ്ഥാനത്തിന് കുറഞ്ഞു എന്നുള്ളത് ഒരു ഘടകമുണ്ട്. കഴിഞ്ഞ തവണത്തെ നമുക്ക് നോക്കുമ്പോൾ KN ബാലഗോപാൽ ഈ വിഷയം പലതവണ ഉന്നയിച്ചിട്ടുണ്ട്, കേന്ദ്ര വിഹിതം കുറയുന്നു എന്നുള്ളത്. അത് എൻ്റെ കണക്കുകൾ അടക്കം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സർചാർജുകളുടെയും സെസ്സുകളുടെയും കാര്യം പറയുന്നുണ്ട്. അത് പലതും കേരളത്തിന് അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് ലഭിക്കേണ്ടതല്ല, പക്ഷെ സംസ്ഥാനത്തിന് ലഭിക്കേണ്ടതായ കുറേയേറെ വിഹിതങ്ങളുണ്ട്. ആ വിഹിതങ്ങളിലുണ്ടായ കുറവും ഇവിടെ നമുക്ക് ഒരു ചൂണ്ടിക്കാണിക്കേണ്ടതായിട്ടുണ്ട്. കാരണം പല ഘട്ടങ്ങളിലും നമുക്ക് ലഭിക്കുമെന്ന് പറയുന്ന കാര്യങ്ങൾ, കണക്കുകൾ വിഹിതം കിട്ടിയിട്ടില്ല എന്നാണ് കണക്കുകൾ വ്യക്തമാക്കി പറയുന്നത്. അത് വലിയൊരു ഷോർട്ട് ഫാളാണ് സെൻട്രൽ ട്രാൻസ്ഫേഴ്സിൽ വന്നിട്ടുള്ളത്. 2026-27 കാലത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇൻ്ററിം ബജറ്റിൽ വന്ന അത് പ്രകാരം നമ്മൾ പ്രതീക്ഷിച്ച വരവെന്ന് പറയുന്നത്, സെൻട്രൽ ടാക്സ് വരവെന്ന് പറയുന്നത് 42,114 കോടി രൂപയാണ്. പക്ഷെ അത് യൂണിയൻ ബജറ്റിൽ വരുത്തിയ റിവിഷൻ പ്രകാരം 36,355 കോടി രൂപ ആയിട്ട് കുറച്ചു. ഏതാണ്ട് 5,900-6,000 രൂപയുടെ കുറവാണ് വരുത്തിയിട്ടുള്ളത്. ഇതൊക്കെ വലിയ അക്രമമാണ്, ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ച് ചെയ്യുന്ന വലിയ അക്രമമാണ്. ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ദൗത്യമായിട്ട് സംസ്ഥാന സർക്കാരും പ്രതിപക്ഷവും ജനങ്ങളും ഒരുമിച്ച് നിന്ന് അത് ഏറ്റെടുത്തേ മതിയാവും. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മുടെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റ് 14,137 കോടി രൂപയുടെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് ഉണ്ട്. ഒരു പൈസ, നയാ പൈസ ആ വഴിക്ക് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഇത്രയും വലിയ അക്രമം, സാമ്പത്തിക അതിക്രമം എന്ന് തന്നെ പറയാം. ഒരു സംസ്ഥാനത്തിന് നേർക്ക് ഫെഡറൽ സംവിധാനത്തെ മുഴുവൻ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഒരു സംസ്ഥാനത്തിന് നേർക്ക് നടത്തുന്ന ആക്രമണമാണത്. ഇതിനെ ആക്രമണമായിട്ട് തന്നെ കാണണം. ഇതൊരു വലിയ ആക്രമണമായിട്ടും കണ്ട് വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രതികരണം സംസ്ഥാനത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണം. അത് ജനങ്ങൾ, അത് ആര് നടത്തുമ്പോഴും, പ്രതിപക്ഷം നടത്തിയാലും ഭരണപക്ഷം നടത്തിയാലും, ജനങ്ങൾ ഈ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള രാഷ്ട്രീയ വേർതിരിവുകളില്ലാതെ ഒരുമിക്കേണ്ട ഒരു വലിയ പ്രശ്നമാണ് ഇത്. ഉദാഹരണത്തിന് ഇപ്പോൾ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് ഭരണഘടനാപരമായിട്ട് നമുക്ക് കിട്ടേണ്ടതാണ്. അതടക്കം തടഞ്ഞു വയ്ക്കുകയാണ്. ഏത് തരത്തിൽ, ഏത് ന്യായത്തിൻ്റെ പുറത്താണ് ഇത് നടക്കുന്നത്, എന്താണ് അതിന് ചോദ്യം ചെയ്യാൻ ആളില്ലാത്ത അവസ്ഥ. കാരണം എന്താണെന്ന് വെച്ചാൽ ഭരണപക്ഷം പറയുന്നതിന് പൂർണ്ണമായും പ്രതിപക്ഷം ഖണ്ഡിക്കുന്ന രീതിയാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത്, പിണറായി സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്നത്. അതങ്ങനെയല്ല, സംസ്ഥാന സർക്കാരിൻ്റെ പിഴവാണ്. സംസ്ഥാന സർക്കാരാണ് ഇതിൽ നടപടിയെടുക്കേണ്ടത്. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകളാണ് പ്രതിപക്ഷമായിരുന്ന VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷമായിരുന്നപ്പോൾ എടുത്തുകൊണ്ടിരുന്നത്. ഇത് ജനങ്ങളുടെ ഇടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കി. ജനങ്ങൾ ഇതിൽ ഏതാണ് വസ്തുത, ജനങ്ങളിപ്പോൾ ഇതൊക്കെ പോയിട്ട് കണക്കുകൾ നോക്കിയും കാര്യങ്ങൾ അങ്ങനെ മനസ്സിലാക്കാൻ ജനങ്ങൾക്ക് കഴിയില്ല, അവർക്കതിന് നേരമില്ല. അപ്പോൾ ഇത് ബോധ്യപ്പെടുത്തേണ്ടത് പ്രതിപക്ഷത്തും ഭരണപക്ഷത്തുമുള്ള നേതാക്കളാണ്, അവരുടെ ഇൻ്റലക്ച്വൽസാണ്, അവരുടെ എക്കണോമിസ്റ്റുകളാണ്. ഇത് നമ്മൾ കാണുന്നത് ഒരു KN ബാലഗോപാലും ഒരു തോമസ് ഐസക്കും മാത്രം സംസാരിക്കും. അത് അവർ പറയുന്നൊന്നും ശരിയല്ല എന്ന് VD സതീശനും പറയും. ഇതോട് കൂടിയിട്ട് ജനങ്ങൾ കൺഫ്യൂസ്ഡ് ആവും. ജനങ്ങൾ കരുതും ഒരുപക്ഷെ അത് ശരിയല്ലായിരിക്കാം, ഭരണപക്ഷമാകുമ്പോൾ അങ്ങനെ പല ഒഴിവുകളും പറഞ്ഞ് പദ്ധതികളിൽ നിന്ന്, ക്ഷേമപദ്ധതികളിൽ നിന്ന് മാറാൻ ശ്രമിക്കും. അതുപോലത്തെ ഒരു പരിപാടിയായിരിക്കും അന്ന്. കഴിഞ്ഞ ധനകാര്യ കമ്മീഷനുകളിലെല്ലാം തന്നെ കേരളത്തിന് കിട്ടേണ്ട വിഹിതത്തിൽ വളരെയധികം കുറവ് സംഭവിച്ചിട്ടുണ്ടെന്നല്ലേ പറയുന്നത് ഇപ്പോൾ റിപ്പോർട്ടുകളിലൊക്കെ? വലിയ കുറവാണ് സംഭവിച്ചിട്ടുള്ളത്. നമ്മുടെ സെൻട്രൽ ടാക്സ് ഡിസ്ട്രിബ്യൂഷൻ 3.875% കടന്നു വരുന്നത് 10th ഫിനാൻസ് കമ്മീഷൻ ആയപ്പോഴേക്ക് 1.925 വലിയ 2% മാറ്റമാണ് വരുന്നത്. ചെറിയ മാറ്റമല്ല. ഇതൊക്കെ വളരെ വിസിബിളായിട്ട് നമുക്ക് കാണാവുന്ന കാര്യങ്ങളാണ്. നമ്മുടെ മുമ്പിൽ കണക്കുകൾ വളരെ വിസിബിളാണ്. ധവളപത്രത്തിൽ അത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ ധവളപത്രം പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിലുള്ള, കേരളത്തിലെ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിലുള്ള ഒരു തർക്കത്തിൻ്റെ ഒരു ഫലം പോലെ നമ്മൾ കാണാതെ
അത് നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെയും നമ്മുടെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെയും കേന്ദ്ര സംസ്ഥാന ഫെഡറൽ മൂല്യങ്ങളെയും ഒക്കെ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു രേഖയായിട്ട് നമ്മൾ ജനങ്ങൾ കാണുകയാണെങ്കിൽ ധവളപത്രം ഒരു പ്രധാനപ്പെട്ട രേഖയായിട്ട് തന്നെ മാറണം. നമ്മളിത് സംസ്ഥാന തലത്തിലുള്ള പ്രശ്നമല്ല, യഥാർത്ഥത്തിൽ കേരളം നേരിടുന്ന ഇന്നത്തെ സാമ്പത്തിക പ്രശ്നങ്ങളുടെ കാരണം. സാമ്പത്തിക പ്രശ്നങ്ങളുടെ കാരണം എന്ന് പറയുന്നത് സാമൂഹിക പ്രശ്നങ്ങളുടെ പോലും കാരണമാകും. കാരണം സാമ്പത്തിക പ്രശ്നങ്ങളാണ് ഇതൊക്കെ അടിസ്ഥാനപരമായിട്ട് ഇതിനൊക്കെ വലിയ സാമൂഹ്യ വിഷയങ്ങളായിട്ടും ിലേക്ക് നയിക്കുന്നത്. സ്വാഭാവികമായിട്ട് സാമ്പത്തിക പ്രശ്നങ്ങളുടെയും സാമൂഹിക പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണമായിട്ട് വരുന്നത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ വന്നിട്ടുള്ള ഈ വലിയ വിള്ളലാണ്. അത് നമ്മളുടെ സ്വാതന്ത്ര്യാനന്തര കാലത്ത് ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ തന്നെയാണ് കേരളം എല്ലാ കാലത്തും നേരിട്ട് വന്നിരുന്നത്. കാരണം ഇവിടെ ഇടത് സർക്കാരായിരുന്നുകൊണ്ട് എല്ലാ കാലത്തും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നമ്മൾ മുമ്പ് നേരിട്ടിട്ടുണ്ട്. നമ്മളും അത് യൂസ്ഡാണ്. പക്ഷേ ഇപ്പോൾ ആ തരത്തിലുള്ള സാമ്പത്തിക ആക്രമണങ്ങൾ, കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള സാമ്പത്തിക ആക്രമണങ്ങൾ അത് കൈവിട്ട് സഞ്ചരിക്കുന്നതാണ് കാണുന്നത്. ഈ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ധവളപത്രത്തെ സംസ്ഥാനത്തെ മുൻ സർക്കാരിനെതിരായിട്ടുള്ള ഒരു കുറ്റപത്രമായിട്ടൊന്നും കണക്കിലെടുക്കാതെ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനോട്, സംസ്ഥാനത്തെ ജനങ്ങളോട് ചെയ്യുന്ന അക്രമത്തിൻ്റെ ഒരു സാക്ഷ്യപത്രമായിട്ട് നമ്മൾ സ്വീകരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ സന്ദീപൻ പറഞ്ഞ പോലെ തന്നെ കണക്കുണ്ട്. സംസ്ഥാനങ്ങളുമായിട്ട് കേന്ദ്രം പങ്കിടേണ്ട വിഹിതങ്ങളുടെ കണക്ക് 2010കളുടെ ഒരു തുടക്കത്തിൽ നിന്ന് തന്നെ 87% കുറഞ്ഞിട്ടുണ്ട്. അതൊരു വലിയൊരു കണക്കാണ്. പക്ഷെ അതിനുശേഷം ഇപ്പോൾ ഈ സമീപ വർഷങ്ങളിലായിട്ട് ആ കണക്കിൽ വീണ്ടും മാറ്റം വന്നു. അതിപ്പം 78% കുറഞ്ഞു എന്നുള്ളൊരു കണക്കും കൂടി ഇപ്പോൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സന്ദീപ് ഇപ്പോൾ പറഞ്ഞിട്ട് വേറൊരു കാര്യമുണ്ട്. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുണ്ടാകുന്ന ബന്ധത്തിലുണ്ടാകുന്ന ഒരു വിള്ളൽ ഇതിന് ഒരു കാരണമാകുന്നു. അല്ലെങ്കിൽ അത് ഈ പ്രശ്നങ്ങൾ സംസ്ഥാനങ്ങൾക്ക് ലഭിക്കാവുന്ന ഒരു വരുമാനത്തിൽ വിഹിതത്തിനുണ്ടായ കുറവും പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോഴും നമ്മൾ അവതരിപ്പിക്കുന്ന ഈ ധവളപത്രത്തിലും പറയുന്ന ഏറെക്കുറെയുള്ള കാര്യങ്ങൾ. അതിനൂടെ പറയുന്നുണ്ട് കേരളത്തിൽ സമീപകാലത്തായിട്ടുണ്ടായ പ്രകൃതി ദുരന്തങ്ങൾ പറയുന്നുണ്ട്, കോവിഡ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കേന്ദ്രമായിട്ടുണ്ടാകുന്ന ബന്ധത്തിലെ വിള്ളലുകളും ഇതിനുള്ള കാരണമായി പറയുന്നുണ്ട്. വിഹിതം കുറയുന്നതിനും ഈ ബന്ധത്തിലുണ്ടാകുന്ന ഒരു അകൽച്ചയുടെ മൂലമായിട്ട് സംസ്ഥാനങ്ങളിലുണ്ടാകുന്ന ഒരു അകൽച്ചയ്ക്കും കാരണമായിട്ട് പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ ഏതൊക്കെയാലും നമുക്ക് പറയുമ്പോൾ തന്നെ മനസ്സിലാവും കേന്ദ്രത്തിൽ നിന്ന് വ്യക്തമായിട്ട് ലഭിക്കേണ്ട പല ഒരു വരുമാനത്തിലും കുറവുണ്ടായി നമുക്ക് ഏറെക്കുറെ മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. അത് ഇനി എത്രത്തോളം പരിഹരിക്കാൻ പറ്റുമെന്നാണ് നമുക്ക് നോക്കിക്കണ്ടേണ്ടത്. ഇനി പുതിയ സർക്കാരാണ് കേരളത്തിലുള്ളത്. വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ വി ഡി സതീശൻ തന്നെയാണ് ധനമന്ത്രി. അദ്ദേഹത്തിന് ഈ നിലവിലൊക്കെ സംസ്ഥാനത്തിൻ്റെ വരവ് ചെലവ് കണക്കുകൾ വ്യക്തമായി അറിയാൻ ധവളപത്രം അദ്ദേഹം പുറത്തിറക്കി കഴിഞ്ഞു. ഇനി അദ്ദേഹം കേന്ദ്രവുമായി, നരേന്ദ്രമോദി സർക്കാരുമായിട്ട് ഈ പ്രശ്നം എങ്ങനെ രമ്യതയിൽ പരിഹരിച്ച് സംസ്ഥാനത്തിന് കിട്ടാനുള്ള വിഹിതം എങ്ങനെ നേടിയെടുക്കുമെന്ന് നമുക്ക് നോക്കിയിരുന്ന് കാണാം.